നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്നായിട്ട് ആലോചിച്ചിട്ടാണോ മാഡം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇത് എന്റെ തീരുമാനം. പറഞ്ഞതുപോലെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വായിക്കട്ടെ? വായിക്കണമെന്നില്ല, ഡിവോഴ്സ് കിട്ടിയാൽ മതി. എന്നാലും അതല്ലല്ലോ, കക്ഷി വായിച്ച് കേട്ട ശേഷം വക്കാലത്ത് ഒപ്പിടുന്നതാണല്ലോ അതിന്റെ ശരി. ഹിന്ദു ഡിവേഴ്സ് ആക്ട് 1955 അടിസ്ഥാനമാക്കി സെക്ഷൻ 13B പ്രകാരം പരസ്പര ധാരണയോടെ വിവാഹബന്ധം വേർപെടുത്തൽ. ഐ മീൻ ഡിവേഴ്സ് അണ്ടർ മ്യൂച്വൽ അഗ്രിമെന്റ്. ഇനി അഥവാ ഈ മ്യൂച്വൽ അഗ്രിമെന്റിന് ഹസ്ബൻഡിന് സമ്മതമല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് കേസിന്റെ റൂട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ പിന്നെ ഗാർഹിക പീഡനം ഉൾപ്പെടെ പലതും എതിർകക്ഷിയുടെയും കുടുംബത്തിന്റെയും മേൽ നമുക്ക് ചുമത്തേണ്ടി വരും. ഡിവോഴ്സ് വേണ്ടത് നമുക്കാണല്ലോ. അപ്പോൾ പിന്നെ കോടതിക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങളും എവിഡൻസും ഒക്കെ ഹർജിയിൽ നമുക്ക് ചേർക്കേണ്ടി വരും. ചിലപ്പോ ഡിവോഴ്സ് മാത്രമല്ല, അവർക്ക് കോടതി ശിക്ഷയും കൊടുത്തെന്നിരിക്കും. അതൊന്നും വേണ്ട. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും ഞാൻ കാര്യങ്ങൾ ക്ലിയർ ചെയ്തേ ഉള്ളൂ. അല്ല, മാഡത്തിന് അറിയാത്ത നിയമവും വകുപ്പൊന്നും എനിക്കും അറിയില്ല. എന്നാലും വക്കാലത്ത് ഏറ്റെടുക്കുന്ന അഡ്വക്കേറ്റ് എന്ന നിലയിൽ കക്ഷിയോട് അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ എവിടെ ഒപ്പിടേണ്ടത്? ഇവിടെ. ഇവിടെ കൂടി. അധികം താമസം വരരുത്. എത്രയും വേഗം ഡിവോഴ്സ് വാങ്ങിത്തരണം. അല്ല, മ്യൂച്വൽ അഗ്രിമെന്റ് ആണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരു 6 months ജുഡീഷ്യൽ സപ്രഷൻ, പിന്നെ കൗൺസിലിംഗ്. അതൊക്കെ കഴിഞ്ഞ് ഇരു കൂട്ടർക്കും പിരിയുന്ന കാര്യത്തിൽ ഒരേ അഭിപ്രായം തന്നെ ആണെങ്കിൽ പിന്നെ കാര്യങ്ങൾ സ്മൂത്താവും. അധികം താമസിയാതെ കോടതി ഡിവോഴ്സ് ഗ്രാന്റ് ചെയ്യും. അപ്പോ മാക്സിമം 1 year അല്ലേ? ഞാൻ ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, നടക്കണം. ഇതെന്താ മേഡം ഇങ്ങനെ? അറിയില്ല, എനിക്കറിയില്ല. മുത്തശ്ശി, മനപ്പൂർവല്ല, ഒന്നും മനപ്പൂർവല്ല. അപ്പോഴത്തെ എന്റെ പൊട്ട ബുദ്ധിക്ക് അവളെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തോണ്ട് എനിക്കങ്ങനെ പറയേണ്ടി വന്നു. മനപ്പൂർവ്വം ആരെയും ദ്രോഹിക്കണമെന്ന് വെച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശി. മുത്തശ്ശി എന്നോട് പൊറുക്കണം, എന്നെ ശപിക്കരുത്. കരയല്ലേ മോനെ, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും മുത്തശ്ശിക്ക് അറിയാം. എന്നാലും പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എന്റെ കുഞ്ഞിന് വല്ലാതെ നൊന്തു. മുത്തശ്ശിയെങ്കിലും സത്യം മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയല്ലോ, അത് കഴിഞ്ഞല്ലോ. എന്റെ മോൻ കരയാതെ. ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിച്ചോണ്ടല്ലേ
അവൾ എന്നെ വിട്ടുപോകാതിരിക്കാൻ ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. എന്നിട്ടും എന്നെ മനസ്സിലാക്കാതെ അവൾ പോയല്ലോ മുത്തശ്ശി. സ്നേഹം എപ്പോഴും അങ്ങനെയാണ് മോനെ. സ്നേഹിക്കുന്നവരറിയുന്നത് പോലെ സ്നേഹിക്കപ്പെടുന്നവരറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവൾക്ക് വേണ്ടിയല്ലേ നീ ആ കള്ളം പറഞ്ഞത്? അവളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയല്ലേ നീ ഇത്രയും നാൾ ഉരുകി ജീവിച്ചത്? നിന്നെ എനിക്ക് മനസ്സിലാവും. എന്റെ മോൻ സങ്കടപ്പെടരുത്. എന്തെങ്കിലും ഒരിക്കൽ അവള് നിന്റെ സ്നേഹം മനസ്സിലാക്കും. അന്നവള് മടങ്ങിയെത്തും. അപ്പോ മോൻ ദേഷ്യമൊന്നും കാണിക്കരുത്. രണ്ട് കൈ നീട്ടി അവളെ സ്വീകരിക്കണം. അന്നൊരു പക്ഷേ അത് കാണാൻ മുത്തശ്ശി ഉണ്ടാവില്ല. എന്നാലും എന്റെ മോൻ മുത്തശ്ശിയെ മനസ്സിലോർക്കണം. ആത്മാവ് സത്യമാണെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ തന്നെ ഉണ്ടാവും. അന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മുത്തശ്ശി, അവൾ ആരാണെന്നോ എന്താണെന്നോ അറിയുന്നതിന് മുമ്പ് രണ്ട് കൈ നീട്ടി അവളെ സ്വീകരിച്ചവളാണ് ഞാൻ. കാരണം നീ സ്നേഹിച്ച പെണ്ണായിരുന്നവള്. നിന്നെ സ്നേഹിക്കുമെന്ന് കരുതി ഞാൻ വിശ്വസിച്ച പെണ്ണായിരുന്നവള്. പക്ഷെ ഇപ്പോ അവൾ എന്നെ സ്നേഹിച്ചിരുന്നു മുത്തശ്ശി. പെട്ടെന്ന് എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്കും അറിയില്ല. ഇന്നലെ അവൾ വന്ന് എന്നോട് പറഞ്ഞു നമുക്ക് പിരിയാന്ന്. ഉള്ളിലെ സങ്കടം കൊണ്ട് വെറുതെ ഓരോന്ന് പറയുന്നതായിരിക്കും ഞാൻ വിചാരിച്ച. പക്ഷെ ഇത്ര പെട്ടെന്ന് അവൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മുത്തശ്ശി പറഞ്ഞ പോലെ ഞാൻ അവളോട് കള്ളം പറഞ്ഞുകൊണ്ടല്ല അവൾ എന്നെ ഉപേക്ഷിച്ച് പോയത്. അതിനു മുമ്പ് അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു. അവൾ എന്താണ് മോനോട് പറഞ്ഞത്? എന്റെ ഭാവിയെ കരുതി നമുക്ക് പിരിയാം. എന്നിട്ട് മോൻ അവളോട് എന്ത് പറഞ്ഞു? അവളില്ലാത്തൊരു ഭാവി എനിക്ക് വേണ്ടെന്ന്.